ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ ആണ് കാഞ്ചനമാലയുടേത്. അപ്പോൾ നമുക്ക് ഇന്ന് കാഞ്ചനമാല ആവാം, അല്ല കാഞ്ചനമാലയെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റീൽ എടുക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട, എന്നാലും ഒരുങ്ങണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ടോണിന്റെ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തപ്പോൾ കുറച്ച് കൂടി പോയി, അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേ നാളായെന്ന് തോന്നുന്നു, കുറേ നാളല്ല പക്ഷേ കുറച്ച് ദിവസമായി ഞാൻ ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് റീൽ എടുക്കാം. അപ്പോൾ ആ ഒരു ക്രീം ഇട്ടതിന് ശേഷം ഞാൻ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ പെൻസിൽ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലും അതുപോലെ തന്നെ അത് മാത്രമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കണ്ണെഴുതാം. അതിന് വേണ്ടിയിട്ട് ഐടെക്സിൻ്റെ കാജലാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ണാടിയും ഞാനുമായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കണ്ണെഴുതിയത്. പിന്നെ അടുത്ത് എനിക്ക് വന്ന ഡൗട്ടാണ്, കാഞ്ചനമാല കണ്ണിൻ്റെ മുകളിൽ കരി വരയ്ക്കുമെന്ന് ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറച്ച് അറിയിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് മസ്കാര അതുപോലെ തന്നെ ചെറുതായിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഹൈലൈറ്റർ എടുത്തു. ഇതൊക്കെ എന്തിനാണെന്ന് അറിയില്ല, എന്നാലും വെറുതെ. പിന്നെ അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കും ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. പിന്നെ ലാസ്റ്റായിട്ട് പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേണ്ട, എന്നാലും അത് കഴിഞ്ഞ് നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്യാണ്. ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെറിയ കമ്മലൊക്കെ എടുത്തിട്ടു. അതിനുശേഷം ഇതാണ് ഡ്രസ്സ്. ഇതൊക്കെ എൻ്റെ പഴയ ഡ്രസ്സാണ്, വെറുതെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ എടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ലെങ്ത് കൂടിപ്പോയോ എന്ന് ചെറിയ സംശയമില്ലാതില്ല. പിന്നെ കുറേയൊക്കെ തൊട്ടു. പിന്നെന്താ, പിന്നെ ഇനി അടുത്ത് നമുക്ക് റീൽ എടുക്കാം, എന്നിട്ട് റീൽ അടുത്ത് പോസ്റ്റ് ചെയ്യാം. ബൈ ബൈ.